ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു റെസിപ്പിയാണോ കാണിക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഇടിയപ്പം ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനായിട്ട് ഒരു 10 മിനിറ്റ് അത്രയും മതി. പിന്നെ നമുക്ക് ഇടിയപ്പം കൂടി ഉണ്ടാക്കണം. പിന്നെ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. പിന്നെ എന്തായാലും എഴുന്നേറ്റപ്പോൾ വൈകിട്ടുണ്ടായിരുന്നു. വിചാരിച്ചു നമുക്ക് എളുപ്പം എന്താ ഉണ്ടാക്കാൻ നോക്കിയതാണ്. പുട്ടാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. മിക്കപ്പോഴും പുട്ടാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഹസ്ബൻഡിനാണെന്നുണ്ടെങ്കിലും പുട്ട് കഴിച്ച് മതിയായിട്ടുണ്ടായിരുന്നു ആൾക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞു വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം. ഇടിയപ്പം ഇഷ്ടം കേട്ടോ ആൾക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇടിയപ്പം പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ ആൾക്ക് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. അത് കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അരിപ്പൊടിയാണെങ്കിലും കുറച്ച് എടുത്തിട്ടുള്ളൂ. അത് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുക്കറിലിട്ടുണ്ട് കേട്ടോ വേവിക്കാനായിട്ട്. അതേപോലെ ഒരടുപ്പത്ത് കുറച്ച് വെള്ളവും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ടാണല്ലോ ഇടിയപ്പത്തിന് മാവ് കുഴയ്ക്കാറുള്ളത്. അപ്പം ഞാനത് എടുത്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഒരു നല്ല തിളച്ച വെള്ളം ആയതുകൊണ്ട് ഒരു ടീസ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ആദ്യം അത് ഫസ്റ്റ് മിക്സ് ചെയ്തത്. അതിന് ശേഷം കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ കേട്ടോ ഞാൻ ചെറു ചൂടോടെ നന്നായിട്ട് കുഴച്ചെടുത്ത് ഇടിയപ്പത്തിൻ്റെ ആ ഒരു പാകത്തിന് കുഴച്ചെടുത്തത്. നമ്മൾ ചെറു ചൂടോടെ തന്നെ അത് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ ഫസ്റ്റൊക്കെ ചൂടൊക്കെ മൊത്തം മാറി തണുത്ത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ആദ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ കുറച്ച് എനിക്ക് ഇടിയപ്പം കുറച്ച് ഹാർഡായ പോലെ തോന്നാറുണ്ട്. മാവും കുറച്ച് ഹാർഡായിട്ട് പോലെ തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ പിന്നെയാണ് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടു തന്നെയാണ് ഞാനിതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനും ഇടിയപ്പമൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണേന്നും എല്ലാം നോക്കി യൂട്യൂബിൽ തന്നെ നോക്കിയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ നേരിയ ചൂടോടെ ഇങ്ങനെ നന്നായിട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. ഞാനും അതേപോലെ ചെയ്തിട്ടോ. അപ്പോൾ എനിക്ക് ഏകദേശം കറക്റ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. ഞാനിങ്ങനെ കുറച്ച് ചെറു ചൂടിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും ഇടിയപ്പം കുറച്ച് നല്ല സോഫ്റ്റായി കിട്ടാറുണ്ട്. അതേപോലെ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിലിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാനും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. ഭയങ്കര മാവ് ഹാർഡായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ തിരിക്കുന്ന സമയത്ത് ഭയങ്കര ബലം അങ്ങനെ പ്രയോഗിക്കുകയാണ് പോലെ എനിക്ക് തോന്നിയതാണ് കേട്ടോ അങ്ങനെ. അപ്പം ഞാനത് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റ് മാവായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഇടിയപ്പം ഉണ്ടാക്കി ഇങ്ങനെ ഇതേപോലെ ആക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇഡ്ഡലി തട്ടിലാണ് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഞാനിത് ഒരുപാട് വലുതാക്കി എടുക്കാറില്ല, കുറച്ച് ചെറുതാക്കിയാണ് എടുക്കാറുള്ളത്. എനിക്ക് അധികം കട്ടിയുള്ള ഇടിയപ്പം അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് വേറൊന്നുമല്ല, എനിക്ക് വേവോ എന്നുള്ളൊരു പേടിയാണ്. എപ്പോഴും ഇഡ്ഡലിയാണെന്നുണ്ടെങ്കിലും ഇടിയപ്പം ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നു നോക്കും എന്തിട്ടുണ്ടോ എന്നുള്ളത്. അത് കാരണം ഞാൻ ഇടിയപ്പം ആണെന്നുണ്ടെങ്കിലും കുറച്ച് മാവ് ഇട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് മാവായിട്ട് ചെറിയ ഇടിയപ്പം ഇട്ടാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു 2 തട്ടുണ്ടായിരുന്നു ഇടിയപ്പം വെക്കാനായിട്ട്. എനിക്ക് ഗ്രീൻ പീസ് കറിയും ഇടിയപ്പം അത്ര ഇഷ്ടമല്ല. എനിക്കിഷ്ടം തേങ്ങാപ്പാലൂട്ടി കഴിക്കാനാണ് കേട്ടോ ഇടിയപ്പം ഇഷ്ടമുള്ളത്. അപ്പോൾ എനിക്ക് മാത്രം ഒരു തേങ്ങാപ്പാൽ എടുക്കണമല്ലോ എന്നുള്ളൊരു മടി കാരണമാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഗ്രീൻ പീസ് കറി കൂട്ടി പുട്ടൊക്കെ എനിക്കിഷ്ടമുണ്ടോ. അപ്പോൾ കുറച്ച് പുട്ടുണ്ടാക്കി ഞാൻ പുട്ടാണ് കേട്ടോ കഴിച്ചത്. ഞാൻ ഇത് മാത്രം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതേപോലെ രാവിലെ നല്ല മഴയൊക്കെ ഉള്ളത് കാരണം കറണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിപ്പോൾ കുക്കറെടുത്ത് മാറ്റിയത് ഗ്രീൻ പീസ് വെന്തോ നോക്കിയതാണ് കേട്ടോ. പക്ഷേ വെന്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ടായിരുന്നു. ഞാൻ ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഗ്രീൻ പീസ് ഒന്നും കൂടി കുക്കറിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും കൂടി 2 വിസിലും കൂടി കേട്ട് കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടും നമുക്ക്. ഇപ്പോൾ ഒരു സൈഡിൽ ഇടിയപ്പവും അപ്പുറത്തെ സൈഡിൽ ഗ്രീൻ പീസ് വേവുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഗ്രീൻ പീസ് കറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ ഗ്രീൻ പീസ് കറിയാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് വേഗം ഉണ്ടാക്കാം. ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കടകളിൽ കിട്ടുന്ന ഗ്രീൻ പീസ് കറിയുടെ ആ ഒരു ടേസ്റ്റിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പച്ചമുളകൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിൽ. പച്ചമുളക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഇതൊന്നും ഞാൻ ചേർക്കാറില്ല കേട്ടോ. ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുമ്പോൾ ഞാനത് ചേർക്കാറില്ല.
കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഗ്രീൻ പീസ് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. ഞാൻ അതാ പറഞ്ഞത്, ഞാൻ പെട്ടെന്ന് ഈ ഒരു ഇതിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു ഗ്രീൻ പീസ് കറി. ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നുമില്ല. ഒരു ചട്ടി വെച്ച് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം. പിന്നെ ഞാനൊരു സവാളയാണ് എടുത്തേക്കുന്നത്. ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അത് കഴിഞ്ഞ് നമുക്ക് സവാളയും എല്ലാം നേരത്തെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടുപ്പിച്ചെല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഒരു അരമണിക്കൂറിനുള്ളിൽ എന്തായാലും എൻ്റെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇടിയപ്പം ഉണ്ടാക്കലും ഗ്രീൻ പീസ് കറി കേട്ടോ. അതിന് ശേഷം പിന്നെ രാവിലെ ഞാൻ കുറേ വൈകിയുണ്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനുള്ളത്. ഞാൻ പയ്യെ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. സ്കൂളൊക്കെ ഉള്ള സമയമാണെങ്കിൽ മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാറുള്ളൂ, അവരുടെയൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അതുവരെയും ഇപ്പം അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് നമുക്ക് കുറേ കഴിഞ്ഞിട്ട് വിശപ്പ് ഉണ്ടാവുള്ളൂ. രാവിലെ ചായ കുടിക്കുമല്ലോ, ചായ മാത്രം കുടിക്കുകയുള്ളൂ. അതായത് ഭക്ഷണമൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കാറുള്ളൂ. അപ്പം എനിക്ക് ഒരു പുട്ട് പയ്യെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം പുറത്തൊക്കെ കൊണ്ടൊരു വേഗം കഴിച്ച് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ നിന്നതാണ് കേട്ടോ. വേഗം ഇടിയപ്പം കറി ഉണ്ടാക്കാൻ നിന്നതാണ്. മക്കളാണെന്നുണ്ടെങ്കിലും ഇടിയപ്പം ഒന്നും കഴിക്കില്ല കേട്ടോ. അവർക്ക് ചപ്പാത്തി, പൂരി അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അവർക്കത് സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ സവാളയൊക്കെ നല്ലോണം വഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലിടുന്ന പൊടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഇടുന്നുണ്ട്, അതേപോലെ മുളക് പൊടി, അതേപോലെ മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികൾ ഇടണമല്ലോ കേട്ടോ. പിന്നെ കുറച്ച് എല്ലാം കഴിയുമ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി ഇടാറുണ്ട്. പക്ഷെ ഇന്ന് എൻ്റെ കയ്യിൽ ഗരം മസാലപ്പൊടി പൊടിച്ചതുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഇട്ട് കഴിയുമ്പോഴേക്കും നന്നായിട്ടൊന്ന് വഴറ്റാം കേട്ടോ. ആ മല്ലിപ്പൊടിയുടെ ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊന്ന് മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാൻ ഇന്ന് പച്ചമുളക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ച് കൂടുതലിട്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് മാത്രം ചേർത്താൽ മതി. അപ്പോൾ അത് ഇന്ന് മുളക് പൊടി കൂടുതലിട്ടത് കാരണം എൻ്റെ കറി കുറച്ചൊന്ന് റെഡ് കളർ കൂടുതലാണ് കേട്ടോ. ഞാൻ മുളക് പൊടി ഇട്ട് അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ. ഈ സമയത്ത് തന്നെ സവാളയൊക്കെ വഴറ്റുന്ന സമയത്ത് തന്നെ നമുക്ക് ഉപ്പ് ചേർക്കാം. പക്ഷേ അതേപോലെ കറിവേപ്പില നേരത്തെ ഇടാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് ഇപ്പോഴാണ് കറിവേപ്പില ഇട്ടത്. ഞാൻ ഉപ്പ് ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ ഗ്രീൻ പീസ് വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടുതൽ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സവാളയിലൊന്നും ഞാൻ ഉപ്പിട്ടുണ്ടായിരുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് കുറച്ചിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഗ്രീൻ പീസ് ഇപ്പോൾ നോക്കിയപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നന്നായി നല്ലോണം ഉടഞ്ഞിരിക്കുന്ന ടൈപ്പ് ഗ്രീൻ പീസാട്ടോ ഇഷ്ടം. അപ്പോൾ ഞാനതുപോലെ നല്ലോണം വേവിക്കാറുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. ആ ഗ്രീൻ പീസ് നമ്മുടെ സവാളയിലോട്ട് കൊട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി സമയം എനിക്ക് എടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നത് പയർ, അതേപോലെ ഗ്രീൻ പീസ്, അതൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, രാവിലെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാറുള്ളത്. കടലയാകുമ്പോൾ വേവാനാണെങ്കിലും ഒരുപാട് സമയം പിടിക്കാറുണ്ട്. ഉണ്ടാക്കിയെടുക്കാനും കുറച്ച് സമയം കൂടുതലുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാറുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. അതേപോലെ ഇടിയപ്പവും നേരത്തെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഒരാൾക്കുള്ള വെച്ചത് കാരണം ഒരു അരമണിക്കൂറിനുള്ളിൽ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ ആൾക്കാർ കൂടുതൽ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി ഇടിയപ്പം വെച്ച് കൊടുക്കണമല്ലോ വേവിക്കാൻ. അപ്പോൾ എന്തായാലും സമയം എടുക്കും. അപ്പോൾ ഞാൻ മക്കളെ വിളിക്കാൻ വേണ്ടി പോണതാണ് കേട്ടോ. ഞാൻ അവർ എഴുന്നേറ്റൊന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ അവർ എഴുന്നേൽക്കുമ്പോഴാണ് കേട്ടോ അവർക്ക് ചായ എന്തെങ്കിലും പാലാണെങ്കിലും ഒരാൾ പാൽ ഒരാൾ ചായ ഉണ്ട് കുടിക്കാറുള്ളത്. അപ്പോൾ അവർ എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് ഞാൻ വെക്കാറുള്ളത്. ഒന്നും ഉണ്ടാക്കി വെക്കാറില്ല, എഴുന്നേറ്റ് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഹസ്ബൻഡ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു. ചായ കൊടുക്കുന്ന സമയത്ത് തന്നെ ഭക്ഷണവും ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. ഭക്ഷണ സമയത്ത് തന്നെ ആൾ കഴിക്കും, ചായയോടൊപ്പം തന്നെ കഴിക്കാറുണ്ട് അല്ലേ. ഞാനൊക്കെയാണ് ചായ വെറുതെ കുടിക്കും. അതായത് കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ ചായയുടെ കടി കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാണെന്നുണ്ടെങ്കിൽ ചായയോടൊപ്പം തന്നെ ഭക്ഷണം കിട്ടിയ അത്രയും സന്തോഷം കേട്ടോ. അപ്പോൾ ഞാൻ ചായ റെഡി ആയിട്ടില്ല, നമ്മുടെ ഇടിയപ്പവും അതേപോലെ ഗ്രീൻ പീസ് കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ അതൊന്ന് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കും കൂടിയാണ് കേട്ടോ ചായ വെക്കണത്. ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരുമിച്ച് വെക്കാമെന്ന് വിചാരിച്ച് നിൽക്കണമായിരുന്നു ഞാനിപ്പോൾ ഒന്ന് ഗ്യാസ് സ്റ്റൗവിനൊന്ന് ക്ലീൻ ചെയ്യുന്ന വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഞാൻ ആ മല്ലിപ്പൊടിയൊക്കെ എടുത്തപ്പോഴേക്കും പൊടികളാകെ ഗ്യാസ് സ്റ്റോപ്പിൽ വീണിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് വീഡിയോയിൽ അങ്ങനെ നമുക്കിത് കാണുമ്പോൾ ഒരു അഭംഗിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം തുടച്ച് മാറ്റിയത്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം തുടക്കുക
ഈ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുടച്ചൊക്കെ ഇടാറുള്ളത്. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു സമയം കഴിഞ്ഞ് സ്കൂളിൽ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞ് ആ സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കുമല്ലോ. സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്കും നല്ല ഇതായിട്ടും കിടക്കും. കറിയാണെന്നുണ്ടെങ്കിലും പൊടികളാണെന്നുണ്ടെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്ലീൻ ചെയ്യാറുള്ളത്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കണോണ്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്തത്. അപ്പോൾ ചായയൊക്കെ വെച്ചിട്ടുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുത്തു, അതേപോലെ തന്നെ ചായപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ചായ ഒരു വശത്ത് നിന്ന് ചായയും തിളച്ചു. അപ്പം പെട്ടെന്ന് തന്നെ എനിക്ക് വേഗം ഉണ്ടാക്കി തീർക്കാൻ കഴിഞ്ഞു കേട്ടോ. രാവിലത്തെ എനിക്ക് എപ്പോഴും ഇപ്പം മഴയൊക്കെ ചെയ്ത് നല്ല മടിയാണ് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഇങ്ങനത്തെയൊക്കെ എളുപ്പമായിട്ടുള്ള കറികളും അതേപോലെ ഇടിയപ്പമോ അതേപോലെ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഞാൻ ഉണ്ടാക്കാറുള്ളത്. അതേപോലെ ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഉണ്ടാക്കാറുണ്ട്. ഇഡ്ഡലി ഉണ്ടാക്കാറുണ്ട്. അതിനൊപ്പം തന്നെ ചട്നി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതേ ചായ തിളച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇടിയപ്പവും അതേപോലെ ഗ്രീൻ പീസ് കറി അതേപോലെ നമ്മുടെ ചായയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ.